പുന്നത്രയിലാണ് താമസിക്കുന്നത്. ആദ്യം തന്നെ ഇന്ന് ഈ ഒരു നല്ലൊരു ദിവസം തന്ന് സമ്മാനിച്ച ദൈവത്തിനെയും നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും ഓർത്തുകൊണ്ട് ആസിയം എന്ന ഈ മഹാപ്രസ്ഥാനം നമുക്ക് തന്ന നമ്മുടെ TCGയെയും ഫാമിലിയെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ റൈസിംഗ് കോർ ലീഡർ സ്റ്റാർ എമറാൾഡ് ബാബു സാറിനെയും ജെമിനി മാഡത്തെയും ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. പിന്നെ ബാക്കി എല്ലാ ലീഡേഴ്സിനെയും, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും, അതുപോലെ തന്നെ നമ്മുടെ ജോസ് കൈപ്പിഴ സാറിനെ ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥനയോടുകൂടി ഓർക്കുന്നു. പിന്നെ എൻ്റെ അപ്ലൈൻ പ്രിൻസ് സാറ്, അതുപോലെ എല്ലാവരെയും, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടുകൂടി ഓർത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്നും മൂന്നാമത്തെ ആഴ്ചയിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഷോയാണ് പ്രോട്ടീൻ. അതാണ് നമ്മുടെ താര ഇന്നും. അപ്പോൾ പ്രോട്ടീൻ കേട്ടു പ്രോട്ടീൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരുവിധമൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കാം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോട്ടീനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി വ്യത്യസ്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രോഡക്റ്റും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യവും എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ അമിനോ ആസിഡ്സുകൾക്ക് കൊണ്ടാണ്. നമുക്കറിയാം, നേരത്തെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രോട്ടീന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, പ്രോട്ടീൻ കൊണ്ടുള്ള എന്താണ് ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ ടോപ്പ് ടു ബോട്ടം നോക്കുകയാണെങ്കിൽ പ്രോട്ടീന്റെ ആവശ്യകത കൂടുതലാണ്. ഇപ്പൊ മസിലിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും, ബ്രെയിനിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും, അതേപോലെ തന്നെ ടിഷ്യൂവിന്റെ റിപ്പയർമെന്റിന്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള നമ്മുടെ സൗന്ദര്യത്തിനായിട്ടുള്ള നെയിലും ഹെയർ സ്കിന്ന്, ഇതെല്ലാം നമ്മളെല്ലാവരും പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിനെല്ലാത്തിനും നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. ഈ പ്രോട്ടീൻ കിട്ടുന്നത് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിൽ നിന്നോ അല്ലെങ്കിൽ നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് സാധാരണയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടുമ്പോൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഡെയിലി വേണ്ട പ്രോട്ടീൻ നമുക്ക് നമ്മുടെ ഈ നോൺ വെജിൽ നിന്നോ വെജിറ്റബിൾസിൽ നിന്നോ ഫുഡിൽ നിന്നൊന്നും കിട്ടാറില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ RCMല് ന്യൂട്രിചാർജ് സെഗ്മെന്റ് നമുക്കായിട്ട് കൊണ്ട് സമ്മാനിച്ചിരിക്കുന്ന ന്യൂട്രിചാർജ് സെഗ്മെന്റിലുള്ള പ്രോട്ടീൻ പൗഡറുകളെ കുറിച്ചും പ്രോട്ടീൻ ഡയറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ളതാണ് ഒരു കുഞ്ഞൻ പ്രോഡക്റ്റ് ആയിട്ട് ഇന്ന് നമുക്ക് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നതാണ് നമ്മുടെ ന്യൂട്രിചാർജ് ഓൾ പ്രോ. അതൊരു കുഞ്ഞു പ്രോഡക്റ്റ് ആണെങ്കിലും ആള് വലിയൊരു സ്റ്റാർ ആണ്. കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു, സ്ട്രോബെറി പ്രോഡക്റ്റും കൊക്കോ പ്രോഡക്റ്റും ഒക്കെ പഠിച്ചുവെങ്കിലും അതിനെല്ലാത്തിനും ഒരു സമയമുണ്ട്. ഒരു സമയത്തെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ രാവിലെ, രണ്ട് ടൈമിലാണ്, ഒരു ദിവസം 2 പ്രാവശ്യം എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാല് നമ്മുടെ ഈ ഓൾ പ്രോ ന്യൂട്രിചാർജ് ഓൾ പ്രോ എന്ന് പറയുന്നത്, ഓൾ പ്രോ എന്ന് പറയുമ്പോൾ ഓൾറൗണ്ടാ, എല്ലാത്തിനും ഉപയോഗിക്കാം. അതായത് ഓൾ പ്രോട്ടീൻ അത്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഇതാണിത് ഓൾ പ്രോ. അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന് സമയമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ അതിനൊരു കളറോ അല്ലെങ്കിൽ അതിന് മണമോ ഒന്നുമില്ല. അതിന് പ്രത്യേകിച്ചായിട്ട് ഒരു പ്രത്യേകത ഇല്ല. മറ്റേ സ്ട്രോബെറി പ്രോഡക്റ്റോ അല്ലെ കൊക്കോ പ്രോഡക്റ്റോ എടുത്തു കഴിഞ്ഞാൽ പലരും പല രീതിയിലുള്ള കംപ്ലൈന്റ്, സ്ട്രോബെറിയുടെ ടേസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ട്, കൊക്കോ പൗഡർ അതെനിക്ക് ഇഷ്ടമില്ല, എന്തെങ്കിലും എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് ആൾക്കാർ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഓൾ പ്രോ ആണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം അതിനൊരു പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഇല്ല, അതിനൊരു സ്മെല്ല് വരുന്നില്ല, അതിനൊരു ഒരു കളർ ചേർത്തിട്ടില്ല, ഒന്നുമില്ല. ഒരു കളറൊന്നും ഇല്ലാത്തൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ പോലെ, ഒരു ഓഫ് വൈറ്റ് കളർ പോലത്തെ ഒരു പൗഡറാണ് ന്യൂട്രിചാർജ് ഓൾ പ്രോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് മെയിൻ ആയിട്ട് നമുക്ക് പറയാം, ഇത് 100% വേഗനാണെന്ന് പറയാൻ പറ്റും. അതേപോലെ അതിൻ്റെ അകത്ത് അഡിറ്റീവ്സ് ഒന്നും ഇല്ല, ഫില്ലേഴ്സ് ഇല്ല, അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, ഷുഗർ ഫ്രീ ആണിത്.
അതേപോലെ തന്നെ ഫ്രീ ഗ്ലൂട്ടൻ, ചിലർക്കൊന്നും ഗ്ലൂട്ടൻ ഒന്നും പിടിക്കത്തില്ല, ഗോതമ്പിന്റെ ഗ്ലൂട്ടൻ ചിലപ്പോൾ അലർജി ഉണ്ടാക്കുന്നുണ്ട്, ആ ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഡയറി ഫ്രീ ആണ്. ഇതെല്ലാം കൊണ്ട് പറയുവാണെങ്കിൽ ആകെ മൊത്തം നമ്മൾ നോക്കുവാണെങ്കിൽ 100% നാച്ചുറലും കൂടിയാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ ഇപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു മുതിർന്നു വരുന്ന പിള്ളേർക്ക് തിരിച്ചറിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോബെറി പ്രോഡക്റ്റ് കൊടുത്തു കഴിയുമ്പോഴും അവർക്ക് അത് അതായിട്ട് തന്നെയായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന, അപ്പൊ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡില് ഡെയിലി രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡില് നമ്മൾ ഒരു സ്കൂപ്പ് ചെയ്തിട്ടോ അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും തന്നെ ഈ പ്രോട്ടീന് നമ്മുടെ ഉള്ളിൽ ചെല്ലും. അല്ലെങ്കിൽ നമ്മൾ സ്ട്രോബെറി പ്രോഡക്റ്റ് ഒരാൾക്ക് കലക്കി കൊടുത്തു, ഒരാൾക്ക് കൊക്കോ പ്രോഡക്റ്റ് കലക്കി കൊടുക്കാം, അങ്ങനെ കൊടുക്കണമെന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഓൾ പ്രോയും കൂടി കൊടുക്കുകയാണെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. അപ്പൊ ഒരു ഈ ഓൾ പ്രോയിൽ ഒരു സ്കൂപ്പ് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് 10 ഗ്രാം ആണ് കിട്ടുന്നത്. ആ 10 ഗ്രാമില് 8.5 ഗ്രാം പ്രോട്ടീനും 2 ഗ്രാം ഫൈബറുമാണ് അതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം 84% പ്രോട്ടീനും ബാക്കി ഫൈബറുമാണ് നമ്മുടെ ഈ ഓൾ പ്രോയിലകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ രാവിലെ എടുക്കുന്ന ചായക്കകത്ത് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിച്ചു കഴിഞ്ഞാലും അതിന്റെ ആ ചായയുടെ ടേസ്റ്റ് മാത്രമാണ് കിട്ടുന്നത്, അല്ലാതെ ആ ഓൾപ്രോയുടെ ടേസ്റ്റ് ആയിട്ട് ഒന്നും നമുക്ക് എടുത്തു കാണിക്കുന്നില്ല. സലാഡ് ഉണ്ടാക്കുമ്പോൾ സലാഡിൻ്റെ അകത്തുണ്ട് കഴിക്കാനും നല്ലതായിരിക്കും. ഇനി ഇതിന്റെ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ 100% ഇത് വേഗനാണ്, നാച്ചുറലാണ്, വേറെ ഒന്നുമില്ല. വേഗൻ എന്ന് പറയാൻ 100% വേഗൻ എന്ന് പറയാൻ കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ആണ് ഒന്ന്. രണ്ടാമത്തതാണ് മത്തൻ കുരു പൊടിച്ചെടുത്തിരിക്കുന്നത്. വേറൊന്ന് പീ പ്രോട്ടീന്റെ പൊടിയാണ്, പൗഡറാണ്. ഈ മൂന്നും വെജിറ്റബിൾസ് അല്ലെ. അപ്പൊ 100% നമുക്ക് പറയാനായിട്ട് പറ്റും ഇതിനകത്ത് വേറൊരു എക്സ്ട്രാ ആയിട്ടൊന്നും ചേർത്തിട്ടില്ല, ഇത് 100% വേഗനാന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീന്റെ ബെനിഫിറ്റ്സ് തന്നെയാണ്, സെയിം കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഇതിലും കിട്ടുന്നത്. നമ്മുടെ ഗ്രോത്തിനെ ഡെവലപ്പ് ചെയ്യും, മസിൽസിനെ ഡെവലപ്പ് ചെയ്യാനും ടിഷ്യൂവിന്റെ റിപ്പയർമെന്റിനും, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും, പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെയറിന്റെ സ്കിന്നിന്റെയും നെയിലിന്റെയൊക്കെ വളർച്ച ഗ്രോത്ത് ഭംഗിയുള്ളതാക്കി തീർക്കാനൊക്കെ ആയിട്ട് ഇത് നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പിന്നെ ഇന്റേണൽ ഇൻഫ്ലമേഷന്, നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടലൊക്കെ കുറയ്ക്കാനായിട്ടുള്ള കഴിവും ഈ പ്രോട്ടീനുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഉള്ളതാണ് സ്റ്റാമിന നിലനിർത്താനായിട്ട്, സസ്റ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ എനർജി കൂടുന്നതനുസരിച്ച് പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടും. അപ്പൊ ആ സ്റ്റാമിന അങ്ങോട്ട് എനർജി സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് സ്റ്റാമിന നിർത്താനായിട്ട് ഇടയ്ക്ക് നമുക്ക് ഈ പ്രോട്ടീൻ പൗഡർ കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ മസിൽ റിപ്പയർ ചെയ്യാൻ അത് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് എല്ലാ ദിവസവും നമുക്ക് കഴിക്കാം. സ്ത്രീയും പുരുഷനും ഒരു പ്രത്യേകിച്ച് കഴിക്കണമെന്ന് പറയില്ല. സ്ട്രോബെറിയും കോക്കോയാണെങ്കിൽ നമ്മൾ പറയും സ്ത്രീക്കും പുരുഷനും സെപ്പറേറ്റ് ആണ്, രണ്ടുപേർക്കും കഴിക്കാം ഇത് രണ്ടും. എന്നിരുന്നാലും പറയും നമ്മൾ സ്ത്രീക്കും പുരുഷനും സ്ട്രോബെറി കൊക്കോ പ്രോഡക്റ്റ്. പക്ഷെ ഇതങ്ങനെ വകഭേദം ഒന്നുമില്ല, എല്ലാവർക്കും സ്ത്രീയും പുരുഷനും കുട്ടികൾ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്കും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. അപ്പം ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇതില് ഈ ഐസൊലേറ്റഡ് അതേപോലെ തന്നെ ഈ 3 പ്രോട്ടീൻ പൗഡറുകൾ ഉള്ളത് കൊണ്ട്, ഐസൊലേറ്റഡ് പ്രോട്ടീനും കടലയുടെ പ്രോട്ടീൻ പൗഡറും അതേപോലെ തന്നെ മത്തൻ കുരുവിന്റെ പൗഡറും ഉള്ളത് കൊണ്ട് തന്നെ ഈ ഞാൻ പറഞ്ഞ പ്രോട്ടീനകത്ത് അമിനോ ആസിഡ്സ് ഉണ്ടെന്ന്. അപ്പം ഈ അമിനോ ആസിഡ്സുകളുടെ ഒരു ഇതായിരിക്കും, എന്തിച്ചായിരിക്കും കൂടുതലായിട്ട് അമിനോ ആസിഡ്സ് നമുക്ക് ശരീരത്തിൽ കിട്ടും. അപ്പൊ പ്രോട്ടീന്റെ അളവും കൂടും. അപ്പം ഇത് മൂന്നും കൂടി അമിനോ ആസിഡ്സ് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ, എൻറിച്ചായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രോട്ടീന്റെ അളവ് ശരീരത്തിൽ കൂട്ടാനും പറ്റും. നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഓവറോൾ എനർജി കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്തുള്ളതാണ് ഫൈബർ എന്ന് പറയുന്നത്. പ്രീബയോട്ടിക് ഡയറ്ററി ഫൈബർ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അതും ഇതേപോലെ തന്നെ ദഹന പ്രക്രിയയൊക്കെ കൂട്ടാനായിട്ട് നല്ലതാണ്. ദഹനത്തിനുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ സഹായിക്കാനായിട്ട് ഇത് നല്ലതാണ്. പിന്നെ നമ്മൾ ഈ മത്തൻകുരു നമുക്കറിയാം, നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മത്തൻകുരുവിന്റെ ബെനിഫിറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ.
നമ്മളിപ്പം മത്തൻകുരു, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തൻകുരുവിന്റെ അകത്ത് സിങ്ക് ഉണ്ട്. സിങ്ക് ഉള്ളപ്പം മത്തൻകുരു സിങ്ക് ഉള്ളത് നേരത്തെ പറഞ്ഞു, ന്യൂട്രിചാർജ് മാൻ്റെ അകത്ത് മത്തൻകുരുവിന് സിങ്ക് ഉള്ളത് കൊണ്ട്, കൂടുതൽ സിങ്ക് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും, ഈ ആണുങ്ങൾക്കുണ്ടാകുന്ന ഇത് സ്പേമിന്റെ കൗണ്ട് കൂട്ടാനും അതേപോലെ തന്നെ വന്ധ്യത കുറയ്ക്കാനുമായിട്ടുള്ള ഇതുണ്ട്. അപ്പൊ നമ്മൾ ഈ മത്തൻകുരു കൂടുതലായിട്ട് ഈ ഓൾപ്രോ എടുക്കുന്നത് ആണുങ്ങൾക്ക്, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തിനും അതിന്റെ അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്കും ഈ ഓൾപ്രോ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് ഓൾപ്രയെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ MRP എന്ന് പറയുന്നത് 888 രൂപയാണ്. അതേപോലെ തന്നെ 712 നമ്മുടെ DP പ്രൈസ് വരുന്നത്. 600 PV നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഓൾപ്രോയ്ക്ക്. ഇത്രയാണ് നമ്മുടെ ഓൾപ്രോ. അത് ഇനിയുള്ളതാണ്. അത് കഴിഞ്ഞ് വരുന്ന വേറൊരാണ് ഈ ഓൾപ്രോ കഴിച്ചു നമുക്ക് ശരീരമൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കുണ്ട് ഈ അടുത്തൊരു പ്രോഡക്റ്റ് ആണ്. അത് എല്ലാവർക്കും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഓൾപ്രോയും ന്യൂട്രിചാർജ് വുമണും ഇതൊക്കെ എടുക്കാം. പക്ഷെ ചില കേസസ് ഉണ്ട് കേട്ടോ, ഇതൊന്നും ഉപയോഗിക്കാൻ, പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാൻ പറ്റാത്ത കേസസ് ഒക്കെ ഉണ്ട്. ഏതെങ്കിലും യൂറിക് ആസിഡ് ഉള്ള പേഷ്യന്റോ അല്ലെങ്കിൽ കിഡ്നി പേഷ്യന്റ്, അതേപോലെ തന്നെ തൈറോയിഡ് ഉള്ളവർക്കൊന്നും പ്രോട്ടീൻ പൗഡർ നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇതേപോലെ തന്നെ വേറെ ഇനിയുള്ള പ്രോഡക്റ്റ് ആണ് അത് ന്യൂട്രിചാർജ് S&F എന്ന് പറയും. അതെല്ലാവരും ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് ആളെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൊടുക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം S&F എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം സ്ലിം ആൻഡ് ഫിറ്റ് എന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് എങ്ങനെ ഉണ്ടാവുന്നത്, കൂടുതൽ ഉണ്ടാവുന്നത് മൂലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഫാറ്റ് ഉണ്ടാകുമ്പോൾ വണ്ണം, ആ തടി, അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ന്യൂട്രിചാർജിൽ, നമ്മുടെ RCMല് സ്കാനർ ഉണ്ട്. ആ സ്കാനറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അത് BMI എന്ന് പറഞ്ഞത് 25 കൂടുതലാണെങ്കിൽ ശരീരത്തിൽ ഫാറ്റ് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഫാറ്റ് ശരീരത്തിൽ കൂടുതലുള്ളപ്പോഴാണ് നമുക്ക് വണ്ണമുണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ന്യൂട്രിചാർജ് S&F നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ ന്യൂട്രിചാർജ് ഇറക്കിയിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് S&F എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് അറിയണമെങ്കിൽ 4 കമ്പോണൻസ് ആണ് അതിൻ്റെ അകത്ത് ആവശ്യമുള്ളത്. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ്, വാട്ടർ, ബോണ്, മസിൽസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാട്ടറും ബോണും മസിൽസ് ഒക്കെ കുറവായിരിക്കും, ഫാറ്റ് ആയിരിക്കും കൂടുതൽ. പക്ഷെ അത് നമ്മൾ സ്വയം അറിയത്തില്ല. നമ്മൾ ഇതേപോലെ തന്നെ സ്കാനറെ കയറി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഫാറ്റ് എങ്ങനെയാണ് കൂടാൻ കാരണങ്ങളൊക്കെ പല കാരണങ്ങളാലുണ്ട്. സെഡൻറ്ററി ലൈഫിൽ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ലാക്ക് ഓഫ് എക്സസൈസ് ചെയ്യാതെ മടി പിടിച്ച് വീട്ടിലിരിക്കുന്നവര് കാണും, അങ്ങനെയുള്ളവർക്കും ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ഇപ്പൊ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം ഒരു വണ്ടിയിൽ കയറുക. ഇപ്പൊ ഡെയിലി അങ്ങനെയാണ് നമ്മുടെ ഈ ലൈഫിന്റെ ഇതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പള്ളിയിൽ പോകണമെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ വണ്ടിയെ കയറി ഒറ്റപ്പോക്ക് പോവുക, അവിടെ പോയിരുന്നത് നേരെ ഇറങ്ങുക. പിന്നെ നടക്കാനോ അല്ലെങ്കിൽ കുറച്ചു നേരം നടന്നങ്ങ് പോകാനുള്ള അങ്ങനെയൊന്നും ചെയ്യാനുള്ള സമയവും ഇല്ല, അവർക്ക് കഴിയുകയില്ല, മടിയാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു ജോലിക്ക് പോയാൽ തന്നെ അത് അവർക്ക് ഒരു സ്റ്റെപ്പ് കയറി പോകാൻ കഴിയത്തില്ല. അത് ലിഫ്റ്റ് പിടിക്കാൻ നോക്കും. നമ്മൾ ആദ്യമേ നോക്കും എവിടെയെങ്കിലും ലിഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ എവിടെ ചെന്നാലും അതെ നമ്മൾ നോക്കും ലിഫ്റ്റ് ഉണ്ടോ. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അതേപോലെ സ്റ്റെപ്പ് കയറാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ അതൊക്കെ ഫാറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുന്നതാണ്. അതേപോലെ തന്നെ ഈ ലേറ്റ് നൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നത്, സ്ലീപ്പ്, ഉറങ്ങുന്നത് കറക്റ്റായിട്ട് ഉറങ്ങാത്ത സമയത്തൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കുറയ്ക്കാൻ പറയുന്നത്, നന്നായിട്ട് ഓവർ വെയിറ്റ് ഉള്ളവരോട് പറയും നമ്മൾ കുറയ്ക്കാൻ പറയും. പിന്നെ ചില രോഗങ്ങൾ വന്ന് പിടിവിട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയണം നമ്മുടെ ശരീരത്ത് ഇത്രയും ഫാറ്റ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ അത് ആ വെയിറ്റ് നമ്മുടെ കുറയ്ക്കണം എന്ന് നമ്മൾ കുറയ്ക്കത്തില്ല, നമ്മളോട് ഒരു ഡോക്ടർ പറയണം നിങ്ങളുടെ വെയിറ്റ് കുറച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം മാറുള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ കുറയ്ക്കുള്ളൂ. അല്ലെങ്കിൽ അതേ ശ്രദ്ധിക്കത്തില്ല.
കാരണം നമുക്കറിയത്തില്ല നമ്മുടെ വെയിറ്റ് കൂടുതലാണോ അല്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോഴും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഒരു ഡോക്ടർ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് വിശ്വസിക്കും, നമുക്ക് അത് കുറയ്ക്കാൻ നോക്കും. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് വരുമ്പോൾ ബെല്ലി ഫാറ്റ്, നമ്മുടെ വയറിന്റെ അവിടെയുള്ള ഫാറ്റ് വണ്ണം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ, ഇപ്പൊ ഒരു ഷുഗർ ഉള്ള പേഷ്യൻസോ അല്ലെ പ്രഷർ ഉള്ള പേഷ്യന്റ്, അങ്ങനെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയും നിങ്ങൾ ശരീരമൊക്കെ ഒന്ന് വെയിറ്റ് ഒക്കെ കുറച്ച്, അല്ലെ ഒരു ജോയിന്റ് പെയിൻ വന്നു, കാലിന് മുട്ടിന് വേദന, മിക്കവാറും തന്നെ എല്ലാവർക്കും ഉള്ളതാണ് മുട്ടിന് വേദന. നമുക്ക് സപ്പോർട്ട് കിട്ടാതെ വരുമ്പോ, വെയിറ്റ് എടുക്കാൻ പറ്റാതെ വരുമ്പോ, താങ്ങാൻ പറ്റാതെ മുട്ടിന് വേദന ഉണ്ടാകും, മസിൽ പെയിൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോഴും ഡോക്ടേഴ്സ് പറയും നിങ്ങളുടെ വെയിറ്റ് ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും എന്ന് പറയുവാണെങ്കിൽ ഓക്കെ നോക്കാം എന്നുള്ള രീതിയായിരിക്കും. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ വിസറൽ ഫാറ്റ്. അപ്പൊ വിസറൽ ഫാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ അകത്ത് അബ്ഡോമിനൽ കാവിറ്റീസിൽ ഉണ്ടാകുന്ന, ഓർഗൻസിൽ ഉണ്ടാകുന്ന ഫാറ്റാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. അത് സാധാരണ രീതിയിൽ 3 തൊട്ട് 4 വരെയൊക്കെയാണ് നമ്മുടെ വിസറൽ ഫാറ്റ് കണ്ടുവരേണ്ടത്. അപ്പൊ ഈ വിസറൽ ഫാറ്റ് കട്ട് ചെയ്ത് ഫാറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളൊരു ന്യൂട്രിചാർജ് ഇറക്കിയിരിക്കുന്നതാണ്, നമുക്കായിട്ട് സമ്മാനിച്ചതാണ് ന്യൂട്രിചാർജ് S&F എന്ന് പറയുന്നത്. അത് ഇതേപോലെ ക്ലിനിക്കലി പ്രൂവൺ ആണ്, പ്രോഡക്റ്റും പ്രൂവൺ ആണ്, അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസും പ്രൂവൺ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ പ്രോഡക്റ്റ് പ്രൂവൺ, ഇൻഗ്രീഡിയൻസ് പ്രൂവൺ എന്ന് പറഞ്ഞാൽ അത് ഫാറ്റ് കട്ടർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഫാറ്റിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റിയ, റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതായിട്ട് പറയണത്, ഈ ഒരു ഫാറ്റ് കട്ടർ ആയിട്ട്, ഈ ക്ലിനിക്കലി പ്രൂവൺ ആണെന്ന് പറയാൻ കാരണം. അപ്പൊ അതില് ഉള്ള 3 ഫാറ്റ് കട്ടേഴ്സ് ആണ് ഗ്രീൻ കോഫി ബീൻ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ പച്ചക്കാപ്പിക്കുരുവിന്റെ പൊടി എടുത്തത്, അത് പിന്നെ ഉള്ള സാഫ്ലവർ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്, അത് ഒരു ഫ്ലവർ ആണ്. അത് ആ പൂവിൻ്റെ അകത്ത് എടുക്കുന്ന എക്സ്ട്രാക്റ്റും ഇതേപോലെ തന്നെ ഫാറ്റിനെ കത്തിച്ച് കളയാനുള്ള കഴിവ്, ബേൺസ് ചെയ്യാനുള്ള കഴിവുള്ളതാണ്. അതേപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് കുടംപുളി. അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നതായിരിക്കണം. അതും ഇതേപോലെ തന്നെ ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ളതാണ്, അത് കട്ട് ചെയ്ത് കളയുന്ന സൈസാണ് ഇത്. അതുകൊണ്ട് ഈ 3 ക്ലിനിക്കലി പ്രൂവൺ ആയിട്ട് നമ്മൾ പറയുന്നത്. അങ്ങനെ നോക്കുമ്പം മൊത്തം ഈ S&F ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഹൈ ക്വാളിറ്റി സോയ പ്രോട്ടീൻ പൗഡറും അതിൻ്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ ഡയറ്ററി ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഡയറ്ററി ഫൈബറും ഹൈ ക്വാളിറ്റി പ്രോട്ടീനും ഉണ്ട്, മസിൽസിനെയൊക്കെ ബിൽഡ് ചെയ്യാൻ, സ്ട്രോങ് ആയിട്ട് നിർത്താനുള്ള കഴിവ് ഇതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയും ഈ ഗ്രീൻ കോഫി എക്സ്ട്രാക്ട്, ബീൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്, അത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ നിന്നുമല്ല നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മുടെ നാടുകളിലുണ്ടെങ്കിലും നമ്മൾ USA ഇറക്കിയിരിക്കുന്ന പൊടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ സാഫ്ലവർ കൊണ്ടുവന്നിരിക്കുന്നത് ഇറ്റലി എന്നുള്ള സാഫ്ലവർ എക്സ്ട്രാക്ട് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുടംപുളി നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഉള്ളത് പിന്നെ അതിൻ്റെ അകത്ത് സോയ പ്രോട്ടീനും കൊണ്ടുവന്നിരിക്കുന്നത് USA എന്നാണ്. USA ഇങ്ങനെ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ S&F എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഡയറ്ററി ഫൈബറും ജപ്പാൻ നിർമ്മിതമാണ്, ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഡയറ്ററി ഫൈബറാണ്. ജപ്പാനീസിനെ കണ്ടാലൊക്കെ നമുക്കറിയാം, അവരുടെയൊക്കെ സ്കിന്നും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഈ മസിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് പ്രോട്ടീനും ഫൈബറും കൂടി ചേർന്നാലേ, പ്രോട്ടീനും കൂടി ചേരണം. അപ്പം ആ ഫൈബറും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ജപ്പാനീസിന്. അപ്പം പുറത്തുനിന്ന് കൊണ്ടുവന്ന് നമ്മൾ ഇതെല്ലാം ചെയ്ത് കിട്ടിയിരിക്കുന്ന ഈ പ്രോഡക്റ്റ് ആണ് ക്ലിനിക്കലി പ്രൂവൺ എന്ന് പറയുന്നത്. ഇത് അപ്പം നമ്മൾ ഇത് കഴിക്കുമ്പം ഈ ഓരോന്നിനും ഓരോ ഇതുണ്ട്. ഈ കാപ്പിപ്പൊടിക്കാണെങ്കിലും ഈ ഗ്രീൻ കോഫി എക്സ്ട്രാക്റ്റിനും അതിന് ഓരോ ബെനിഫിറ്റുകളുണ്ട്. അത് അതും ചെയ്യുന്നത് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിന് സാഫ്ലവർ എക്സ്ട്രാക്റ്റും വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും ഫാറ്റിനെ കട്ട് ചെയ്ത് കളയാനുള്ള കഴിവ് ഉള്ളത് കൊണ്ടാണ്.
പിന്നെ ഉള്ളത് കുടംപുളി നമ്മൾ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിശപ്പിനെ ഇല്ലാതാക്കാനും ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ട്. എപ്പോഴും ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ മിക്കവാറും കേട്ടിട്ടില്ല, വിശപ്പ് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഈ ഫാറ്റുകാരും അത് അവരും അറിയാതെ കഴിച്ചിട്ട് പോകും. അപ്പം അങ്ങനെയൊക്കെ അത് വിശപ്പൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കഴിവും ഈ കുടംപുളിക്കുണ്ട്. പിന്നെ പ്രോട്ടീൻ പൗഡർ, അത് വേസ്റ്റ് സർക്കംഫറൻസസിന്റെ കൺട്രോൾ ചെയ്ത് നമ്മുടെ അരക്കെട്ടിന്റെ വണ്ണം അതിനെ ഒന്ന് നോർമലാക്കി ആക്കാനായിട്ട് ഈ സോയ പ്രോട്ടീൻ കൊണ്ട് കഴിവുണ്ട്. അപ്പൊ വേസ്റ്റ് സർക്കംഫറൻസസ് എന്ന് പറയുമ്പം സാധാരണ രീതിയിൽ വുമൺ ആണെങ്കിൽ 8 ഇഞ്ചസ് അതിന്റെ കുറവായിരിക്കണം ഇതിനേക്കാളും, ചെസ്റ്റിന്റെ അളവിനേക്കാളും. മറ്റേ മാനാണെങ്കിൽ 4 ഇഞ്ചസ് കുറവായിരിക്കണം. അങ്ങനെയാണ് അതിന്റെ കണക്ക് പറയുന്നത്. പിന്നെ ഇത് ആർക്കൊക്കെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ഉള്ളവർക്ക് മാത്രം കഴിച്ചാൽ, അത് വേറെ ആരും കഴിക്കാൻ നിൽക്കണ്ട. പിന്നെ അത് 18 വയസ്സിന് മേലോട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ ഫാറ്റ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഇൻ കേസ് ഇപ്പം അതിന് കുറവുള്ള പിള്ളേരുണ്ടെങ്കിൽ, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കിഡ്സ് കൊടുക്കുമായിരിക്കും. നല്ല കിഡ്സ് കൊടുത്താലും കുറെയൊക്കെ ഫാറ്റ് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയുന്നത്. സ്ലിം ആൻഡ് ഫിറ്റ് അല്ലെങ്കിൽ S&Fനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ വില എന്ന് പറയുന്നത് MRP 2862 രൂപയാണ്. അതിന്റെ DP എന്ന് പറഞ്ഞാൽ 2242, PV എന്ന് പറഞ്ഞാൽ 1890. അപ്പൊ നമുക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് S&F എന്ന് പറയുന്നത്. ഇത് നമുക്ക് പറഞ്ഞിട്ട് ആളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളത് കൊടുക്കുക. പിന്നെ ഉള്ളതാണ് മെയിൻ ആയിട്ട് ഇനി ഇതും അതേപോലെ തന്നെ ആവശ്യമുള്ളവർക്ക്, അത് എന്തായാലും എല്ലാവരും തന്നെ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എല്ലാവരും തന്നെ ആയിപ്പോകുന്ന ഒരവസ്ഥയാണ്. അതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് ആൻഡ് ഗ്ലൈസം ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പം ഗ്ലൈസം ടാബ്ലറ്റും ഗ്ലൈസം പ്രോഡക്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഷുഗർ പേഷ്യൻസിനായിരിക്കും, അല്ലെ ഷുഗർ ഉള്ളവർക്കായിരിക്കും എന്നല്ലേ. ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ 4 രൂപ ആൾക്ക് വെച്ച് ഒരു ഷുഗർ പ്രമേഹം ഉണ്ടെന്ന് അറിയാവുന്നവരെ, പ്രമേഹം എന്താണെന്നോ അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് അജ്ഞതയുള്ളവരാണ് മിക്കവാറും തന്നെ. എല്ലാവരും തന്നെ അറിയാതിരിക്കാം, എന്നാലും അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് ആരും തന്നെ എടുക്കാറില്ല. അങ്ങനെ എടുക്കുവാണെങ്കിൽ ആ സീരിയസ് ആയിട്ട് എടുക്കാത്തത് മൂലം നമുക്കുണ്ടാവുന്ന രോഗങ്ങൾ എന്തൊക്കെയായിരിക്കും? ബ്ലൈൻഡ്നെസ് ഉണ്ടാകും, കിഡ്നി ഫെയിലിയർ, കിഡ്നിക്ക് ഡിസീസ് ഉണ്ടാകും, ഹാർട്ട് ഡിസീസ് ഉണ്ടാകും, മൊത്തം പല പല ഓർഗൻസുകൾക്ക് ലോസ് ആകാനുള്ള സാധ്യതയുണ്ട് ഈ പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്നത്. അത് നമ്മൾ അറിയുന്നില്ല, നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അപ്പം എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കേസുകളിൽ നമ്മളത് ഇപ്പൊ ഒരു ഡോക്ടറെ അടുക്ക ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ അറിയണം, നിങ്ങൾക്ക് ഒന്ന് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തേരും എന്ന് ചോദിക്കുമ്പോഴായിരിക്കും നമ്മളത് ചെക്ക് ചെയ്ത് അറിയാൻ നോക്കുന്നത്. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഷുഗർ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ടല്ലേ. ഇപ്പൊ ഫാമിലിയിൽ ഷുഗർ ഉള്ളതാണെങ്കിൽ നമുക്കുണ്ടാകും. അപ്പൊ ഡോക്ടറെ അടുക്ക ചെന്ന് ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടോ? അതങ്ങനെ ഫാമിലി ഹിസ്റ്ററി ഉള്ളതാണെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ എക്സസൈസ് ചെയ്യാതെ ഫാറ്റായിട്ട് ബോഡി വെയിറ്റ് കൂടുതലുള്ളവർക്ക് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രഷർ, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ആ കൂട്ടത്തിലും ഷുഗർ വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അതുതന്നെ ഇങ്ങനെ ഫുഡ് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച്, ജങ്ക് ഫുഡൊക്കെ കഴിച്ച് സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ നേരെയില്ല, പെട്ടെന്ന് പോയി കഴിക്കുക, ബിസി ലൈഫല്ലേ. അപ്പം അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ഈ പ്രമേഹം വന്നുകൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ ഫാറ്റ് ഉള്ളവരും അതേപോലെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരും അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ചെന്ന് ഷുഗർ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഷുഗർ ചെക്ക് ചെയ്യുന്ന പറയുമ്പം നമ്മളത് ചെക്ക് ചെയ്തിട്ട് ഫാസ്റ്റിങ്ങിലാണെങ്കിൽ, ആഹാരം കഴിക്കാതെ നോക്കുവാണെങ്കിൽ നോർമൽ ആണെങ്കിൽ 100
70 തൊട്ട് 100 വരെയാണെങ്കിൽ നോർമൽ സ്റ്റേജിലായിരിക്കും. ഇപ്പം അതിന് മുമ്പ് അത് കഴിഞ്ഞുള്ളവർ പറയും, എല്ലാരും പറയും ഞാൻ ബോർഡർ ലൈനിലാണ് നിൽക്കുന്നതെന്ന് പറയും. കാരണം ഡയബറ്റിക് ആകാനുള്ളൊരു ചാൻസ് വരുന്നതാണ്. അതൊരു പ്രീ ഡയബറ്റിക് എന്ന് പറയും. അതെന്ന് പറയുമ്പം നമുക്കൊരു 100 തൊട്ട് 120 വരെ ഫാസ്റ്റിങ്ങിൽ. പിന്നെ ഉള്ളതാണ് ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർ 140 കൂടുതലുള്ളതാണെങ്കിൽ നമുക്ക് ഡയബറ്റിക് ആണെന്ന് പറയാം. പേഷ്യന്റ് ആന്ന് പറയാൻ പറ്റില്ല, ഡയബറ്റിക് ഉണ്ടെന്ന് പറയാം നമുക്ക്. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നോക്കും, 2 മണിക്കൂർ കഴിഞ്ഞ് ആഹാരം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ അതിന്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ 120 വരെയാണെങ്കിൽ നമ്മൾ നോർമലാന്ന് പറയും. 120നും 140നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ 120 തൊട്ട് 140 വരെയാണെങ്കിൽ നോർമൽ ആയിരിക്കും. 140 തൊട്ട് 200 വരെയൊക്കെയാണ് നമ്മൾ പറയും പ്രീ ഡയബറ്റിക് ആന്ന് പറയും. അല്ലെങ്കിൽ പറയും 200 തൊട്ട് അങ്ങ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഡയബറ്റിക്കിന് ചാൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കൺഫേം ആക്കാൻ പറ്റത്തില്ല അത് ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ, അല്ലെങ്കിൽ അത് ഡയബറ്റിക് വരാൻ എന്തെങ്കിലും ചിലപ്പോൾ ഗുളിക കഴിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, HbA1c എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതും ഇതേപോലെ തന്നെ നോർമൽ എന്ന് പറയുന്നത് 6 ആണ്. 6.1 വരെയൊക്കെ ആണെങ്കിൽ നോർമൽ ആയിരിക്കും. 6.4 വരുവാണെങ്കിൽ 6.4 ആണ് അതിന്റെ, അത്രയും വരുവാണെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിരിക്കും. അതിൽ കൂടുതലായിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആണ് ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതൊരു 3 മാസം കൂടുമ്പോഴായിരിക്കും, 3 മാസം കൂടുമ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് കൺഫേം ആക്കിയാൽ മാത്രമേ ഒരു ആളെ ഡയബറ്റിക് ആണോ പ്രീ ഡയബറ്റിക് ആണോ എന്ന് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഡയബറ്റിക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ ഈ ഡയബറ്റിക് ആണോ പ്രീ ഡയബറ്റിക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളവർ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോളിൽ പോകണം. നമ്മൾ ഫുഡ് എടുക്കുന്നത് റെഗുലർ ആയിട്ട് പ്രോപ്പർ ആയിട്ട് പ്രോട്ടീൻ ഉള്ള ഫുഡ് എടുക്കുക, അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യുക, ലോ കാലറി ലോ ഫാറ്റ് ഡയറ്റ് കഴിക്കുക, പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ പോഷകങ്ങളുള്ള എല്ലാം ഉള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കണം. പക്ഷെ ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്കെല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഒരു സപ്ലിമെന്റിന്റെ ആശ്രയിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്നതാണ് ന്യൂട്രിചാർജ് ഗ്ലൈസൻ ടാബാൻഡ് ഗ്ലൈസം പൗഡർ എന്ന് പറയുന്നത്, പ്രോഡൈറ്റ് പൗഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലൈസൻ ടാബ്ലറ്റും ഇതെല്ലാം പ്രകൃതിദത്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒന്നും എല്ലാ ആയുർവേദിക് നമ്മുടെ നാട്ടിലുള്ള പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ്, പ്രകൃതിദത്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഗ്ലൈസൻ ടാബ്ലറ്റ്സ്. ഇത് ഹെർബ്സ് ആണ്, മൊത്തം നാച്ചുറൽ ഹെർബ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 12 ടൈപ്പിലുള്ള 12 ഹെർബ്സുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഗ്ലൈസൻ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അത് ഏതാണ്ട് 30 ടാബ്ലറ്റ് ആണ് ഒരു ഇതിൽ വരുന്നത്, 1 മാസത്തേക്കുള്ള ടാബ്ലറ്റ് ആണ്. അപ്പൊ അതില് നമ്മൾ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ടാബ്ലറ്റിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഒന്ന് പച്ചമാങ്ങ ഉണക്കി പൊടിച്ചെടുത്തത്, അത് നമ്മുടെ ഡയബറ്റിക്കിന് നല്ലതാണ്. അത് ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അത് ചമ്മട്ടിപ്പൊടി പോലെ ഇഡ്ലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ ഉള്ളതാണ് കൂവളത്തിന്റെ കായം എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഇതെല്ലാം ഡയബറ്റിക് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ളതാണ്. നമ്മൾ സാധാരണ ഡെയിലി ഉപയോഗിക്കുന്നില്ല, എന്നാലും ചിലതൊക്കെ നമ്മൾ ഉപയോഗിക്കും. എല്ലാം കൂടി ഉപയോഗിച്ച് വരുമ്പോൾ നല്ലൊരു വണ്ടർഫുൾ റിസൾട്ടാണ് നമ്മുടെ ഈ ടാബ്ലറ്റ് വഴി നമുക്ക് കിട്ടുന്നത്. പിന്നെ ഉള്ളതാണ് ശർക്കര കൊല്ലി, ഇരട്ടി മധുരം, പിന്നെ ചിറ്റമൃത്, പാവയ്ക്ക നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഞാവല് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, തിപ്പല്ലി, പിന്നെ വേങ്ങ നമ്മൾ വെള്ളം തിളപ്പിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കുരുമുളക് അതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇഞ്ചി, ഇതിന്റെയൊക്കെ റിസൾട്ട് നമുക്കറിയാം, ബെനിഫിറ്റ് എന്നാന്ന് നമുക്കറിയാം. നെല്ലിക്കയൊക്കെ നല്ല ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നതാണ് നെല്ലിക്ക. അങ്ങനെ ഞാവല് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇത്രയുള്ള ഈ 12 ഹെർബ്സുകൾ അടങ്ങിയിരിക്കുന്നതാണ് നമ്മളുടെ ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഈ ടാബ്ലറ്റ് കഴിച്ചിട്ട് കഴിക്കുമ്പം അത് എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ടാബ്ലറ്റ് സാധാരണ നമ്മൾ വിഴുങ്ങുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് നാവില് അലിയിച്ച് കഴിക്കണം. കഴിക്കുമ്പോൾ വെറും വയറ്റിലായിരിക്കണം കഴിക്കേണ്ടത്. നമ്മൾ വെറും വയറ്റിൽ കഴിക്കണം എന്ന് പറയുമ്പം നമ്മൾ അതിനു മുമ്പ് ആർസിയംകാര് തവിടെണ്ണ ഉപയോഗിക്കാറുണ്ട്. തവിടെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് രാവിലെ അലിയിച്ച് സ്ലോലി അത് അലിയിച്ച് കഴിക്കണം. അപ്പം ഇത് ഇങ്ങനെ ഈ ഷുഗർ പേഷ്യൻസ് നമ്മുടെ ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഫുഡ് സാധാരണ രീതിയിൽ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് ലോസ് ആകും. വെയിറ്റ് ലോസ് ആകുമ്പോൾ മസിൽസ് ഒക്കെ അങ്ങോട്ട് ഇല്ലാണ്ടാകും, വീക്കാകും, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയും. ഇതെല്ലാത്തിനും കൂടി അപ്പൊ ഈ ടാബ്ലറ്റ് കഴിച്ചു കഴിയുമ്പം അതിന്റെ കൂടെ ഒരു പ്രോഡക്റ്റും കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. അതിനാണ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആ പ്രോഡക്റ്റ് അത് കഴിച്ചു കഴിഞ്ഞാൽ അത് 35 വയസ്സ് കഴിഞ്ഞവർക്ക് സാധാരണ രീതിയിൽ 1% വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 35 വയസ്സ് 30 തൊട്ട് 35 വയസ്സ് കഴിയുന്നവർക്ക് മസില് 1% അങ്ങോട്ട് കുറയാറുണ്ട്. അപ്പൊ അങ്ങനെ കുറയുമ്പോഴാണ് ഈ പ്രോട്ടീന്റെ ആവശ്യകത നമുക്ക് വരുന്നത്. പ്രോട്ടീന്റെ കുറവ് കൊണ്ടാണ് നമ്മുടെ ഈ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഇതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് 64% പ്രോട്ടീൻ ഉണ്ട് ഈ പ്രോട്ടീൻ പൊടിക്കകത്ത്. അപ്പൊ 64% പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഇതിന്റെ അകത്ത് അത് ഹൈ ക്വാളിറ്റി സോയ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പൗഡറിന്റെ അകത്ത് സിനമൻ അടങ്ങിയിട്ടുണ്ട്. സിനമൻ എന്ന് പറഞ്ഞാൽ കറുവാപ്പട്ട. പിന്നെയുണ്ട് നമ്മുടെ കുടംപുളി. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു എസാൻഡഫിലും കുടംപുളിയുണ്ട്. ഇത് ഈ പ്രോഡക്റ്റിലും ഗ്ലൈസം പ്രോഡക്റ്റിലും കുടംപുളി അടങ്ങിയിട്ടുണ്ട്. പിന്നെയുണ്ട് ഡയറ്ററി ഫൈബർ, പിന്നെ കൊക്കോ പൗഡർ. ടേസ്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് കൊക്കോ പൗഡർ ഉണ്ട്. അത് ഇൻസുലിനെ ഇൻക്രീസ് ചെയ്യാൻ കൊക്കോ പൗഡറിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിന്റെ അളവ് കൂട്ടിക്കൊണ്ട് ഗ്ലൂക്കോസിന്റെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള കഴിവ് നമ്മുടെ കൊക്കോ പൗഡറിനുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഹൈ ക്വാളിറ്റി സോയ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ അബ്സോർഷനെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കറുവാപ്പട്ടയും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കുടംപുളി നമുക്കറിയാം ഗ്ലൂക്കോസ് മെറ്റാബോളിസത്തിനെയൊക്കെ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇത് നമ്മളൊരു പ്രിക്കോഷൻ ഇങ്ങനെ പ്രീ ഡയബറ്റിക്കാർ എന്ത് ചെയ്യണമെന്ന് ഡയബറ്റിക്സും പ്രീ ഡയബറ്റിക്സും ഉള്ളവര് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളുടെ ഈ ടാബ്ലറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് എക്സസൈസും കൂടി ചെയ്യേണ്ടി വരും. എക്സസൈസും ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡും കഴിക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6000 അടി നമ്മൾ സ്റ്റെപ്സ് നടക്കണമെന്നാണ് പറയുന്നത്. ഇപ്പൊ 3000 അങ്ങോട്ട് പോയി 3000 ഇങ്ങോട്ട് തിരിച്ചു വന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ 250 സ്റ്റെപ്സ് കയറണം. രണ്ടും കൂടി കയറി ഇറങ്ങുമല്ല ചെയ്യേണ്ടത്, നമ്മൾ മേളിലോട്ട് കയറി പോകണം. 250 സ്റ്റെപ്സ് കയറി പോവുക. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ ഒരു എക്സസൈസ് ചെയ്താലും അതേപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എടുത്ത് നല്ല ലോ ഫാറ്റ് ലോ കാലറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കിതും പറയാം. ഇതും ക്ലിനിക്കലി പ്രൂവൺ ആണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ ടാബ്ലറ്റ് പൗഡറും എടുക്കുന്നതോടൊപ്പം തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പം ഈ ടാബ്ലറ്റും ചില കേസുകളിൽ നമുക്ക് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ തൈറോയിഡ് ഉള്ളവർക്കും യൂറിക് ആസിഡ് ക്രിയാറ്റിൻ ഉള്ളവർക്കൊന്നും നമുക്ക് ഈ ഗ്ലൂക്കോസ് ഗ്ലൈസം പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഗ്ലൈസം ടാബ്ലറ്റ് മാത്രം കൊടുത്ത് അവർക്ക് അതിൻ്റെ കൂടത്തെ നമ്മൾ വേറെ മധുസൈന്യം ഇതുണ്ട്, അതും കൂടി കൊടുത്ത് നമുക്ക് അവരെ അവരുടെ പ്രീ ഡയബറ്റിക്കാരെയും ഡയബറ്റിക് ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ട, പിന്നെ നമുക്കറിയാലോ ഷുഗർ പ്രീ ഡയബറ്റിക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ കുറെ ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്യുക, ഫുഡൊക്കെ കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഏറെ കഴിക്കുക. പിന്നെ അത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പൊ ഒരു ഓഫർ വന്നായിരുന്നല്ലോ നമ്മുടെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ടാബ്ലറ്റിന് 779 രൂപയാണ് ടാബ്ലറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത്. DP പ്രൈസ് 623, PV വരുമ്പം 525. അതേപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ആണെങ്കിൽ ഗ്ലൈസം പ്രോഡക്റ്റിന്റെ ആണെങ്കിൽ 1600 MRP, 1281 രൂപയാണ് നമ്മൾ DP പ്രൈസ് ആയിട്ട് വരുന്നത്. PV 1080.
ഇപ്പൊ ഈ മാർച്ച് 31 വരെ ഒരു ഓഫർ ഉണ്ട്. ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് പറഞ്ഞ പോലെ 1289 രൂപയുടെ ഗ്ലൈസം പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പം 623 രൂപയുടെ ടാബ്ലറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അത് ഓഫർ മാർച്ച് 31 വരെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയല്ല, വേറെ ഇതും കൂടി ഉണ്ട്. അതിന്റെ പ്രോഡക്റ്റ് തീർന്നു വരുന്നേയും കൊടുക്കുന്നു, എങ്ങനെയാണ്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇപ്പം ഇത് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്. മാർച്ച് 31 വരെ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്. ആവശ്യക്കാര് ഇവിടെ ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നമ്മുടെ ഹെൽത്ത് ഒക്കെ നന്നാക്കി എടുക്കാനായിട്ട് നോക്കുക. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പ്രോഡക്ട്സിനെ കുറിച്ച്. നമ്മുടെ പ്രോട്ടീൻ താരം 3 പിന്നെയും കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം കേട്ടിരുന്ന, എനിക്കിങ്ങനെ ഒരു അവസരം തന്ന, ഞാൻ പഠിച്ച കാര്യങ്ങളാണ്, ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. ജയ ശ്രീ.